സ്വാർത്ഥ മോഹങ്ങളുടെ പിന്നാലെ അനിയന്ത്രിതമായി പാഞ്ഞു നടന്ന് കട്ടും മോട്ടിച്ചും കയ്യേറിയും കൈയിട്ടുവാരിയും കെട്ടിപ്പൊക്കിയ സ്വപ്നസൗധങ്ങൾ നമുക്ക് വേണ്ടാത്തവയെല്ലാം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞപ്പോഴൊന്നും നാം ഈ പഞ്ചഭൂതങ്ങളെക്കുറിച്ച് ഓർത്തില്ല. അവസാനം ആഗോളതാപനം വർദ്ധിക്കുകയും കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന മഞ്ഞുമലകൾ ഉരുകി അവ വേനലിലും വെള്ളപ്പൊക്കം രൂപപ്പെടുകയും കടൽ ജലം പൊങ്ങുകയും ചെയ്തപ്പോൾ നാം മെല്ലെ ചിന്തിക്കാൻ തുടങ്ങി. അവ വീണ്ടും താപനത്തെ കൂട്ടുകയും നിക്കക്കള്ളിയില്ലാതെ അതൊരു കൊടുങ്കാറ്റായി രൂപപ്പെടുകയും വലിയ മഴമേഘങ്ങൾ രൂപപ്പെട്ട് വലിയൊരു മഴയായി ആർത്തു പെയ്തപ്പോൾ ഈ മഴ പെയ്ത ജലം കടലിലേക്കും ഇരിക്കാതെ കരയിലും ഒതുങ്ങാതെ നമ്മുടെ മണിസൗധങ്ങളിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ നാം മുറവിളി കൂട്ടുകയാണ് ഒരു സർക്കാരിനെതിരെ. ആരോടാണ് നാം സമരം ചെയ്യേണ്ടത്? നമ്മുടെ മുമ്പിലൂടെ ഒഴുകുന്ന തോടും നമ്മുടെ മുൻപിലൂടെ പോകുന്ന റോഡിനും എത്രമാത്രം വീതിയും ആഴവും വേണമെന്ന് ആരാണ് തീരുമാനിക്കുക? നമ്മൾ ആരോടാണ് സമരം ചെയ്യേണ്ടത്?